ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്, ടൈപ്പ് 4 വണ്ടിയാണ്. അതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് വണ്ടി മൊത്തത്തിലൊരു കലപില സൗണ്ട്. 2012 മോഡൽ വണ്ടിയാണ്. ഒരു എന്താ പറയുക, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കസ്റ്റമറിനെ ഇരുത്തി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി മൊത്തത്തിലൊരു കറപട എന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അതുകൂടാതെ കസ്റ്റമർ പറഞ്ഞതല്ലാതെ നമുക്കൊരു സൗണ്ടും കൂടി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഏകദേശം ഒരു ഈ സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളിലിരുന്ന് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഈ കൗൾ ടോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു കീച്ച് അങ്ങനെ ഒരു എലി ചലയ്ക്കുന്ന ഒരു സൗണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അത് പക്ഷേ കസ്റ്റമർ നോട്ട് ചെയ്തിട്ടില്ല. നമ്മളത് ഓടിച്ച് നോക്കുമ്പോൾ അത് കസ്റ്റമർ അടുത്ത് പറയുക ചെയ്ത്, ഈ ഫ്രണ്ട് ഈ ഒരു സൗണ്ടും കൂടെ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് കസ്റ്റമർ അടുത്ത് പറയുക ചെയ്തത്. അപ്പോഴാണ് അവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് വരുന്നത് ഈ കൗൾ ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പിൻ്റെ ഉള്ളിൽ മണ്ണ് കയറുന്നുണ്ടല്ലേ, മണ്ണ് കണ്ടോ, ഈ മണ്ണ് അറ്റം വരെ ഉണ്ടാവും. ഈ മണ്ണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇത് ഇളകും. ഈ സാധനം ഓടിക്കുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, അത് കീച്ച് കണ്ട, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കണ്ട. ഈ ഒരു സൗണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഹെവി ആയിട്ട് കിട്ടും. അതൊരു ഇറിറ്റേഷൻ സൗണ്ട് പോലെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് ചെയ്യാനൊന്നുമില്ല. ഈ കൗൾ ടോപ്പ് അഴിച്ചതിന് ശേഷം ആ ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓടിച്ച് നോക്കി, ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഒരു സൗണ്ട് ഇല്ലാതിരിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ. നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ, ഓടിക്കുമ്പോഴും യാത്ര സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ഈ അഡീഷണൽ വരുന്ന കലപില എന്നുള്ളൊരു സൗണ്ട് നിന്നാൽ തന്നെ വണ്ടി കറക്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ അതിൻ്റെ ഒരു സുഖം അതിനകത്ത് കിട്ടുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് ഫുള്ളായിട്ട് നോക്കാം. അതുപോലെ വേറൊരു കംപ്ലയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡാകുന്നുണ്ട്. ഭയങ്കര ഹാർഡ് റേസിങ്, വണ്ടി കയറുന്നില്ല. വണ്ടി ഇങ്ങനെ നോർമലിൽ പോകുമ്പോൾ 100-120 എത്തുമെങ്കിലും നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ഒരു പിക്കപ്പിൽ വലിച്ചു പോകണം വണ്ടി. ആ ഒരു വലിവ് ഇതിനകത്ത് വരുന്നില്ല. അത് ക്ലച്ചിൻ്റെയാണ്. ക്ലച്ച് ഫുള്ളായിട്ട് ഹാർഡായിട്ടുണ്ട്. ക്ലച്ച് നല്ലോണം റേസ് ആവണമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ക്ലച്ച് കൂടെ വർക്ക് ചെയ്യണം നമുക്ക് ഇതിനകത്ത്, എന്നാലേ വണ്ടി ആ ഒരു ഭംഗിയാവുള്ളൂ. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് അതും കൂടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ക്ലച്ചിൻ്റെ വർക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ചെയ്യാം. മെയിനായിട്ട് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് ബോഡി വൈബ്രേഷൻ, ബോഡി സൗണ്ടാണ്. അതെന്തായാലും ക്ലിയറാണ്. അതിൻ്റെ കൂടെ നമുക്ക് ക്ലച്ച് വർക്കും ഇതിനകത്ത് ചെയ്യണം. എന്തായാലും നമുക്ക് കയറ്റിയിട്ട് നോക്കാം എന്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ളത്. എന്തായാലും ഒരു ഫുൾ ചെക്കപ്പ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ഫുൾ ചെക്കപ്പ് എന്തായാലും എടുക്കും. വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് എന്നുള്ളത്. വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നോവയിൽ അണ്ടർ ബോഡി ചെക്ക് ചെയ്തതിൽ വേറെ വലുതായിട്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒരു സ്റ്റാർ ജോയിൻറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് സെൻറ്ററിലെ, ഇത് മാത്രം ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. ഇനിയിപ്പോൾ അഴിച്ച് നോക്കിയാൽ നമുക്ക് സ്റ്റക്കായിട്ട് വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അഴിച്ചിട്ട് നോക്കാം. പിന്നെ ബാക്കിൽ വേറെ ലാക്ടോഡ് ബുഷ്, ഈ ബുഷ് പോയതാണ് നോക്ക്. ഈ ലാക്ടോഡ് ബുഷ് നമുക്ക് മാറ്റണം. എന്താ വെച്ചാൽ അത് ഓവലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം അതിനകത്ത്. വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് പറയാനില്ല. പിന്നെ ക്ലച്ച് എന്തായാലും മാറണം. അപ്പോൾ നമ്മൾ കൗൾ ടോപ്പ് അഴിച്ചിട്ടുണ്ട്. ഈ വെള്ള വര പോലെ കാണുന്നുണ്ടോ, അത്രയും ഭാഗം ഇതിനകത്ത് നല്ലോണം മണ്ണുണ്ടാവും. ഈ മണ്ണുണ്ടാകുന്ന സമയത്ത് ഈ ബോഡി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോഴോ അങ്ങനെ വരുമ്പോഴാണ് ഈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആ പാനൽ വന്നിട്ട് ഇതിൽ കിടന്ന് ഇങ്ങനെ ഉരയ്ക്കുന്നത്. ആ വരയ്ക്കുമ്പോൾ ഹെവി ആയിട്ട് സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് നല്ലോണം അനുഭവപ്പെടും. കീച്ച് എന്ന് പറഞ്ഞിട്ട് നല്ലോണം അനുഭവപ്പെടും. എന്തായാലും ഞാൻ അഴിച്ച് വെച്ച് കാണിച്ചത് കണ്ടോ, ഇതിവിടെ കണ്ടോ, ഈ മണ്ണുകളാണ് സൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതും കൂടെ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം അതിനകത്ത് കയറ്റാനായിട്ട്. മെയിൻ സൗണ്ട് ഏകദേശം എല്ലാ ഇന്നോവയ്ക്കും ഉണ്ടാകുന്ന സൗണ്ട് തന്നെയാണ്. പിന്നെ വരുന്നത് സീറ്റ് ബോൾട്ട് അങ്ങനെയുള്ള സൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ടും വീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എൻജിൻ ബെഡ് മാറണം, ഗിയർ ബോക്സ് ബെഡ് മാറണം, സ്റ്റാർ ജോയിൻ്റ് ഒരെണ്ണം മാറണം, ലാക്ടോഡ് പുഷ് മാറണം, ക്ലച്ച് സെറ്റ് പണിയാനുണ്ട്. ഇത്രയും വർക്ക് ഇതിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ വർക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി ആ കൗൾ പെൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് കയറ്റാം. അപ്പോൾ നമ്മൾ ഇന്നോവയുടെ ക്ലച്ച് സെറ്റ് ഇറക്കിയിട്ടുണ്ട്, ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്, ക്ലച്ച് സെറ്റ് അഴിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു ഡ്രൈ ഫീലാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഒരു വെള്ളം കയറിയിട്ട് നിൽക്കുന്നത് പോലുള്ളൊരു ഫീലിംഗാണ് അതിനകത്ത്. ഒരു സിമെൻറ്റ് പൗഡർ പോലുള്ളൊരു ഇതാണ്. എന്താ വെച്ചാൽ ക്ലച്ച് നല്ലോണം തേഞ്ഞിട്ടുണ്ട് അതിനകത്ത്, തേഞ്ഞ് വീണിരിക്കുകയാണ്. അതിൻ്റെ പൗഡർ കറക്റ്റായിട്ട് അതിനകത്ത് കാണും. അതുപോലെ തന്നെ ക്ലച്ച് നമുക്ക് ചവിട്ടുമ്പോൾ നല്ല കിറുക്ക് എന്നുള്ളൊരു സൗണ്ടും ഉണ്ട്. അത്
ക്ലച്ച് ഫോർക്കിൻ്റെ ആണ് നമുക്ക് കയറ്റുമ്പോൾ തിരിച്ച് കയറ്റുമ്പോൾ ക്ലച്ച് ഫോർക്ക് എന്തായാലും അഴിക്കും റിലീസ് ബെയറിംഗ് ഇടാനായിട്ട്. ആ സമയത്ത് ഫുള്ള് ഗ്രീസ് ചെയ്ത് നമുക്ക് കയറ്റാം. പിന്നെ ക്ലച്ച് ഇതിൽ വന്നിരിക്കുന്നത് ആണ് ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്. PHC എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. PHC എന്ന് പറഞ്ഞാൽ ഹുണ്ടായിക്കൊക്കെ ഒറിജിനൽ വരുന്നത് PHC ആണ്. പക്ഷേ അത്രത്തോളം ഹാർഡ് ഈ ക്ലച്ച് പ്രഷർ പ്ലേറ്റിനടുത്ത് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ടൊയോട്ടയ്ക്ക് ലൂക്കാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ XD ഉണ്ട്, അതും വലിയ കുഴപ്പമില്ല. PHC ഞാൻ ടൊയോട്ടയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഹുണ്ടായി ഇയോൺ അതുപോലുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ടൊയോട്ടയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ടൊയോട്ടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഒന്നിലെ ലൂക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ XDയും ഞാൻ മാക്സിമം യൂസ് ചെയ്യില്ല. ഇത് കിട്ടാതാകുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. കണ്ടില്ലേ, ഇന്ന് ഇത്രത്തോളം പൗഡർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. കണ്ടില്ലേ, ഇത് ക്ലച്ച് തേഞ്ഞിട്ട് മൊത്തത്തിൽ സ്ലിപ്പായ ഓടിയ ക്ലച്ച് പ്ലേറ്റ് എന്നാൽ ഇതിനകത്ത് ഉണ്ട്. ഇൻഡിക്കേഷൻ മാർക്കൊക്കെ നല്ലോണം തെളിഞ്ഞ് തന്നെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അത്രയും റേസായി ഓടിയിട്ടുണ്ട് വണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ പ്ലേറ്റിൻ്റെ കറക്റ്റ് പ്രഷർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ക്ലച്ച് സ്ലിപ്പിങ് വരും. ഫുള്ളായിട്ട് സ്ലിപ്പായിട്ടേ ഓടിയിട്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കണം, അതിനകത്ത് പ്രഷർ ചെയ്ത് പിടിച്ച് നിൽക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് റണ്ണിങ് ആവുള്ളൂ. ഇത് മൊത്തം പൗഡറാണ്, അതല്ലേ ഓക്കെ. മൊത്തം സ്ലിപ്പായി ഓടിയിട്ടുള്ളൊരു പൗഡറാണ് അതിനകത്ത് കാണുന്നത്. എന്തായാലും നമ്മൾ ലൂക്കിൻ്റെ ക്ലച്ച് എടുത്തിട്ടുണ്ട്, എന്തായാലും അതിനകത്ത് മാറ്റാം. അതുപോലെ മൗണ്ടും ഒറിജിനലി മറ്റേ എൻജിൻ ബെഡ് പോയി എടുത്തിട്ടുണ്ട്. ബോക്സിനകത്താണ് ഇരിക്കുന്നത്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇതിനകത്താണ്. അതുപോലെ തന്നെ ഡ്രൈവ് ബെൽറ്റ് വന്നിട്ട് നമ്മൾ ഫെന്നറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാർ ജോയിൻറ്റ് ഗോഗോടെയാണ് സ്റ്റാർ ജോയിൻറ്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനകത്ത് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ക്ലച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൂക്കിൻ്റെ ക്ലച്ചാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും സാധനമാണ് ഇന്നോവയുടെ മാറ്റിയത്. ഇത് വന്നിട്ട് എൻജിൻ ബെഡാണ്. എൻജിൻ ബെഡ് കണ്ടില്ലേ, വീക്കായിട്ട് ചെറിയ ക്രാക്കും ആയിട്ടുണ്ട്, വീക്കായിട്ടുണ്ട് അല്ലേ. ഒന്ന് ഇതൊരു മൗണ്ട്, 2 മൗണ്ട്. അതുപോലെ ഇത് ഗിയർ ബോക്സ് ബെഡാണ്. പിന്നെ റിലീസ് ബെയറിങ്, അതുപോലെ സ്റ്റാർ ജോയിൻറ്റ്. ഈ സ്റ്റാർ ജോയിൻ്റാണ് ഷേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റാർ ജോയിൻറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, അത് ഗോഗോടെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ക്ലച്ച് സെറ്റ്. ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ മാറ്റിക്കുന്നത്. അതിൻ്റെ കൂടെ ഡ്രൈവ് ബെൽറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവിടെ ഇതാണ് ബെൽറ്റ് വരുന്നത്, ഉണ്ടല്ല. ബെൽറ്റ് ഫുള്ള് ക്രാക്കായിരിക്കുകയാണ്, ഉണ്ട്. അപ്പോൾ ബെൽറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഫെന്നറിൻ്റെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് ക്ലച്ച് സെറ്റ് മാറി, അതുപോലെ തന്നെ ഗിയർ ബോക്സ് മൗണ്ട്, എൻജിൻ ബെഡ്, സ്റ്റാർ ജോയിൻറ്റ്, അതുപോലെ ഡ്രൈവ് ബെൽറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഗിയർ ലിവറിൻ്റെ ബുഷ് പോയിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലച്ച് ഭയങ്കര സ്മൂത്തായി. എപ്പോഴും പുതിയതിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല സ്മൂത്താവും. ആ ഒരു സ്മൂത്ത്നെസ് നല്ലോണം ഉണ്ട്, ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബോഡി വൈബ്രേഷനാണ്. നമ്മൾ എന്താ പറയുക, തേർഡ് ഗിയറിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലോ സ്പീഡിൽ പോകുമ്പോൾ ബോഡി തുറന്ന് ബുറന്നൊരു സൗണ്ടാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ എൻജിൻ മൗണ്ട് ഗിയർ ബോക്സും വീണ്ടും മാറ്റിയതോടുകൂടി തന്നെ കംപ്ലയിൻറ്റ് ഏകദേശം ഒരു 90% സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡോർ പാഡുകൾ, ഒരു സീറ്റിൻ്റെ ഒരു ബെൽറ്റിൻ്റെ ഹോൾഡർ ഉണ്ട്, അതും ചെറിയൊരു സൗണ്ട്, അതും മാത്രം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം പക്കയാണ്. ഇപ്പോൾ സൗണ്ട് പക്ക ക്ലിയർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ 5th ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നല്ലേ, നേരത്തെ ഈ 5th ഗിയർ ഇട്ടിട്ട് ഇതിപ്പോൾ 40ലാണ്. ഈ 40 പോകുമ്പോൾ നമ്മൾ പയ്യൊന്ന് ആക്സേഷൻ കൊടുക്കുമ്പോൾ ബോഡി ഫുള്ള് ബുറന്നൊരു സൗണ്ടാണ്, ഒരു ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്തായാലും ലോ ഗിയറിൽ പോകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ എന്തായാലും വരും. അത് എന്ത് തന്നെ ചെയ്താലും ആ ഒരു വൈബ്രേഷൻ വരും. എന്താ വെച്ചാൽ ആ ഒരു സ്പീഡിൽ ടോർക്കിൽ നമുക്ക് 5th ഗിയറിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പോഴും ഞാൻ 5th ഗിയർ തന്നെയാണ്, ഏകദേശം 40 കിലോമീറ്റർ സ്പീഡ് പയ്യെ ആക്സേഷൻ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ, അത് നോർമലിലുള്ള വൈബ്രേഷനാണ്, അല്ലാതെ നേരത്തെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വൈബ്രേഷനിൽ കൂടി ഒരു പടപട എന്നുള്ളൊരു സൗണ്ടും കാര്യങ്ങളും ഡോർ പാഡ് കംപ്ലീറ്റ് അടിക്കുമായിരുന്നു.
അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഈ 40 കിലോമീറ്റർ സ്പീഡൊന്നും 50 ഗിയറിൽ നമുക്ക് പോകാൻ കഴിയില്ല. ഒരു 4th 3rd ആക്കിയിട്ട് വേണം പോകാനായിട്ട്. എന്നാലേ വണ്ടി കറക്റ്റായിട്ട് മൂവ് ആവുള്ളൂ. മൂവ് ആകുമെന്ന് മാത്രമല്ല വൈബ്രേഷൻ ഇല്ലാതിരിക്കുള്ളൂ. ഇല്ലാത്ത പക്ഷേ എന്തായാലും ടോർക്ക് കുറഞ്ഞിട്ടുള്ള ഒരു വൈബ്രേഷൻ എന്തായാലും വണ്ടിക്കകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വണ്ടി ഓക്കെയാണ്, പക്കയാണ്. അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക, വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി നമുക്ക് ചെയ്യാനുള്ള ഡോർ പാഡ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആ സീറ്റിൻ്റെ ഒരു ഹോൾഡർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ പവർ വിൻഡോൻ്റെ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് നമ്മൾ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ ഹോൾഡർ റിലേ പോയതായിരുന്നു. ആ റിലേ നമ്മൾ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.